ആ ഫ്രൂട്ട്സിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ്. ഗാർഡൻ്റെ ടേബിളിൻ്റെ അടിപൊളി ഫ്രൂട്ട് കേക്കാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിന് നമുക്ക് 200 ഗ്രാംസ് ബട്ടർ, 200 ഗ്രാംസ് ഷുഗർ, അത് ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ്. ആദ്യം നമുക്ക് ബട്ടറും ഷുഗറും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗറും ബട്ടറും ഒന്ന് ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ 4 eggs ആണ്, അതും കൂടെ ആഡ് ചെയ്യാം. ഈ ഫ്രൂട്ട് കേക്കാണ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് കേക്ക് ടു മേക്ക്. 200 ഗ്രാംസ് മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1.5 ടീസ്പൂൺ ഗ്രൗണ്ട് മസാല, നമ്മൾ വീട്ടിൽ തന്നെ സ്പൈസ് മിക്സ് ചെയ്തതുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഷുഗർ കാരമലൈസ് ചെയ്തത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നമുക്ക് കാരമലൈസ് ഷുഗർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ എസൻസും കൂടെ ആഡ് ചെയ്യാവേ. നിങ്ങളുടെ റിക്വയർമെൻറ്റ് പോലെ ഞാനിവിടെ എപ്പോഴും ഇതിൻ്റെ കൂടെ ഇത്തിരി റം ആഡ് ചെയ്യാറുണ്ട്, ആവശ്യമുള്ളവർക്ക് മാത്രം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം സോക്ഡ് ഫ്രൂട്ട്സ് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 600 ഗ്രാംസ്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബേക്കിംഗ് ടൈം കൂടുതലാണ്, ഒരു 1.5 hours എങ്കിലും ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഉണ്ടാവും. ഫസ്റ്റ് ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ കേക്ക് വെച്ച് ഒരു 1/2 hour കഴിയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ 160ലേക്ക് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ മുകളും കരിഞ്ഞു പോവും, താഴും കരിഞ്ഞു പോവും, ഇൻസൈഡ് അതെല്ലാവരും പറയാറുണ്ട്. കേക്കിൻ്റെ ടിന്ന് നമ്മൾ ബട്ടർ തേച്ച് അടിയിലും സൈഡിലും ലൈനിങ് ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്തിട്ട് ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ആ മിക്സ് ചെയ്തത് 2 മോൾഡിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്കിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. ഇമ്മീഡിയറ്റ്ലി നിങ്ങളിത് പുറത്തേക്ക് എടുക്കരുത്. ഒരു 5 minutes ഓവൻ ഓഫാക്കി അതിനകത്ത് തന്നെ ഇരുന്നിട്ട് വേണം നിങ്ങൾ പുറത്തേക്ക് എടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്, ഒന്ന് നോക്കിയാലോ? ഇത് കുത്തി നോക്കണം, അത് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാല്ലേ? യെസ്. ഈ കേക്ക് എത്ര ദിവസമാണ് എത്ര ദിവസം നമുക്ക് അത് സൂക്ഷിക്കാനായിട്ട് വരും? ഇത് ആക്ച്വലി ഇപ്പം ഒരു 1 month വരെയൊക്കെ പോകും. 1 month വരെ നമുക്ക് കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാളും കൂടെ പോകും, എന്നാലും 1 month കൂടെ പോകും. പിന്നെ എല്ലാം ബട്ടറൊക്കെ ആയതുകൊണ്ടാണ് അധികം സോഫ്റ്റ് അല്ലേ. ആ ഫ്രൂട്ട്സിൻ്റെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് അടിപൊളി. നല്ല ഫിഗൊക്കെ ഇങ്ങനെ ഫിഗൊക്കെ നല്ല കിടുകിടുന്ന് കടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തവർക്ക് നേരെ നമ്മുടെ ഫോറസ്റ്റ് ഫ്രഷിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി. നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം കേട്ടോ.